ഒരു പാട്ട് കേട്ടിട്ടില്ലേ, പണിതിട്ടും പണിതിട്ടും തീരാത്ത പ്രപഞ്ച മന്ദിരമേ. നമ്മൾ ഈ ലോകത്തെക്കുറിച്ചൊക്കെ വളരെ മനോഹരമായി എഴുതിയിട്ടുള്ളൊരു പാട്ടാണ്. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് കോഴിക്കോട് നഗരത്തിലെ ഒരു പാലത്തെക്കുറിച്ചാണ്. പണിതിട്ടും പണിതിട്ടും തീരുന്നില്ല കോഴിക്കോട് നഗരത്തിലെ പുതിയ പാലം നിർമ്മാണം. അശാസ്ത്രീയ നിർമ്മാണമെന്നും പ്രശ്നം പരിഹരിക്കാതെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുൻപ് ഉദ്ഘാടനം ചെയ്യാൻ അനുവദിക്കില്ല എന്നതുമാണ് ഇപ്പോൾ BJPയുടെ നിലപാട്. എന്നാൽ നിർമ്മാണത്തിൽ വിട്ടുവീഴ്ചയില്ല എന്ന നിലപാടിലാണ് പൊതുമരാമത്ത് വകുപ്പുമുള്ളത്. നമ്മുടെ സിനോജ് തോമസ് തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ. 1.5 വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ 2022 ജൂലൈയിലാണ് പുതിയ പാലത്തിന് തറക്കല്ലിട്ടത്. 3.5 വർഷം കഴിഞ്ഞിട്ടും നിർമ്മാണം ഇതുവരെ പൂർത്തിയായിട്ടില്ല. പാലത്തിൻ്റെ അലൈൻമെൻറ്റിന് തകരാറുണ്ടെന്നാണ് ആക്ഷേപം ഉയർന്നിരിക്കുന്നത്. കാരണം പാലത്തിൻ്റെ 2 വശങ്ങളിലുള്ള അപ്രോച്ച് റോഡുകൾ വന്ന് ലാൻഡ് ചെയ്യുന്നത് കുത്തനെയാണ്. ഈ പുതിയ പാലം ജംഗ്ഷനിലേക്ക് വന്നിറങ്ങുന്നത് വലിയ രീതിയിൽ കുത്തനെയാണ് വന്നിറങ്ങുന്നത്. BJP നേതാക്കൾക്ക് തന്നെ പരാതിയുമായി രംഗത്തേക്ക് എത്തിയിട്ടുണ്ട്. എന്തെങ്കിലും അപാകത തോന്നുന്നുണ്ടോ കണ്ടിട്ട്? അല്ലേ, ഇതിപ്പം ഇതിലെ പോകുന്ന എല്ലാവർക്കും കാണുമ്പോൾ തന്നെ ഇതിൻ്റെ അപാകത വ്യക്തമാണല്ലോ. ഇവിടെ ഒരു പാലം പതിറ്റാണ്ടുകളായിട്ട് ജനങ്ങളുടെ ഒരു കാത്തിരിപ്പായിരുന്നു. ഈ നഗരത്തിലെ മിനി ബൈപ്പാസുമായി റെയിൽവേ സ്റ്റേഷൻ്റെയും കല്ലായ റോഡിനെയൊക്കെ ബന്ധിപ്പിക്കുന്ന ഈ ഒരു പാലം. പക്ഷേ ഇപ്പോൾ നിർമ്മാണം പൂർത്തീകരിക്കാൻ ശ്രമിക്കുമ്പോൾ ഇത് വലിയൊരു അപാകതയാണ് ഇതിൽ ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഇതിപ്പോൾ പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനിലേക്കാണ് ഈ പാലത്തിൻ്റെ അപ്രോച്ച് റോഡ് പോയിട്ട് ബന്ധിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഒരു ക്രെയിനിൽ നിന്ന് ഇങ്ങോട്ട് വാഹനമെടുത്ത് കയറ്റി വെക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഞങ്ങൾ ഇതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ വലിയ രീതിയിലുള്ളൊരു വീഴ്ച കരാറുകാരൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. കാരണം സാധാരണ ഒരു കനാലിന് അങ്ങനെയുള്ള ഒരു വാട്ടർ ലെവലിന് മുകളിലേക്ക് ഒരു പാലം നിർമ്മിക്കുമ്പോൾ അതിന് എത്രയാണ് ആ വാട്ടർ ലെവലിൽ നിന്ന് മുകളിലേക്ക് എടുക്കേണ്ട ഹൈറ്റ്, അതുപോലും പഠിക്കാതെ പരിശോധിക്കാതെ തികച്ചും അശാസ്ത്രീയമായിട്ടാണ് ഈ പാലം നിർമ്മിച്ചിട്ടുള്ളത്. കേരള റോഡ് ഫണ്ട് ബോർഡാണ് പാലം നിർമ്മിക്കുന്നത്. അവർ പറയുന്നത് കനോലി കനാല് ഉൾനാടൻ ജലഗതാഗത പദ്ധതിയിൽ പെടുന്നതാണ്. അതുകൊണ്ട് 6 മീറ്റർ ഹൈറ്റ് പാലത്തിന് കനോലി കനാല് മുകളിൽ കൊടുത്തു. അതുകൊണ്ടാണ് ഈ അപ്രോച്ച് റോഡ് ഈ രീതിയിൽ കുത്തനെ ലാൻഡ് ചെയ്തതെന്നാണ് പറയുന്നത്. ആ പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. കാരണം ഞങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളത് വാട്ടർ ലെവലിൽ നിന്ന് 3.5 മീറ്റർ മുകളിലേക്ക് എടുക്കണമെന്നുള്ളതാണ്. മാത്രമല്ല കനോലി കനാലിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രത്യേക ഇളവ് അനുവദിച്ചിട്ടുള്ളതാണ്. ഈ പാലം നിർമ്മിച്ചത് നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതുപോലെ തോരായിക്കടവ് പാലം, അതായത് പണിത് ബീം പണിയുമ്പോൾ തന്നെ തകർന്നു വീണ പാലം പണിത ആളാണ് ഈ കരാർ ഏറ്റെടുത്തിട്ടുള്ളത്. ഇപ്പോ ഇവിടെ വരുന്ന ഏത് അപകടത്തിനും ഉത്തരവാദി മുഹമ്മദ് റിയാസും അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടവരുമായിരിക്കണം. ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഉദ്ഘാടനം നടത്താനാണ് പൊതുമരാമത്ത് വകുപ്പ് നീക്കം നടത്തുന്നത്. അടുത്ത മാസം പകുതിയോടുകൂടി പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുമെന്നാണ് പൊതുമരാമത്ത് വകുപ്പ് പറയുകയും ചെയ്യുന്നത്. കോഴിക്കോട് നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് ഷബീറിനൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ്, റിപ്പോർട്ടർ.